ശരത് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വിഷു. ഈ വിഷു ഇത്തവണ ഡൽഹിയിലാണ് ഇത്തവണ വിഷു. എങ്ങനെയുണ്ട്? ആര്യ, ശ്രുതി, ആശംസകൾ. ഇവിടെയും കുഴപ്പമില്ലാതെ മലയാളികൾക്കിടയിൽ വിഷു ആഘോഷമൊക്കെ ഉണ്ട്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലൊക്കെ കണിയൊരുക്കലും അവിടെ ക്ഷേത്ര ദർശനവും ഒക്കെ ആയി ആളുകളെല്ലാം അവിടേക്ക് പോകുന്നുണ്ട്. ആ രീതിയിൽ മലയാളികളും വിപുലമായ രീതിയിൽ ദില്ലിയിൽ വിഷു ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന BJPയുടെ പ്രകടന പത്രിക തന്നെയാണ്. കർഷകരെയും സ്ത്രീകൾക്കുമൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കാം ഇന്നത്തെ പ്രകടന പത്രികയിൽ. ആ ഒരു വാഗ്ദാനങ്ങൾ തന്നെ ഉണ്ടാകുമോ എന്ന് തന്നെ. എന്തൊക്കെയായിരിക്കും പ്രധാന വാഗ്ദാനങ്ങൾ? 2047 വികസിത ഭാരതം, അത് മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലൂന്നി, എന്ന ലക്ഷ്യത്തിലൂന്നിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് BJP ഇന്ന് പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത്. അല്പസമയത്തിനകം 8:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ BJP ആസ്ഥാനത്ത് വെച്ച് ഈ പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രമാണുള്ളത് ആദ്യഘട്ട പോളിംഗിന്. അതിനു മുൻപായാണ് ഈ ഒരു പ്രകടന പത്രിക BJP പുറത്തിറക്കുന്നത്. 4 വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുവാക്കൾ, സ്ത്രീകൾ, ദരിദ്ര വിഭാഗങ്ങൾ അടക്കം അതുപോലെ തന്നെ കർഷകർ, ഈ 4 വിഭാഗങ്ങൾക്കാണ് കൂടുതൽ പ്രകടന പത്രികയിൽ പ്രാമുഖ്യം നൽകുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ തന്നെ ഈ കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ 2000 രൂപയാണ് ലഭിക്കുന്നത്. അത് 3000 രൂപയായി വർദ്ധിപ്പിക്കുക എന്ന ഒരു പ്രഖ്യാപനം ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ അതിവേഗ റെയിൽ പ്രൊജക്റ്റുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വാഗ്ദാനവും ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറുകൾ പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യത പ്രകടന പത്രികയിൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ 4 വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും പറ്റുന്നതായ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ 27 അംഗ മാനിഫെസ്റ്റോ കമ്മിറ്റിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത്. പൊതുജനങ്ങളിൽ നിന്നൊക്കെ തന്നെ വിപുലമായി അഭിപ്രായങ്ങൾ ശേഖരിച്ചിരുന്നു. 15 ലക്ഷത്തോളം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടി ലഭിച്ചു എന്നാണ് BJP വ്യക്തമാക്കുന്നത്.